ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ അടുക്കള തൊട്ടിൽ നിന്ന് കിട്ടിയ ഒരു പച്ചക്കറി വെച്ചുള്ള ഒരു മെഴുക്ക് വരട്ടി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെച്ചാൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് കാണാൻ അതിന് സാധിക്കുന്നതിന് വേണ്ടിയാണ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ പറയുന്നത്. ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ വഴുതനങ്ങയുടെ തൈയാണ് കേട്ടോ. വഴുതനങ്ങ മാത്രമല്ല, തക്കാളിയുടെ തൈയും കിട്ടിയിരുന്നു. വഴുതനങ്ങയും തക്കാളിയുടെ തൈയും ഒക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ 4 വഴുതനങ്ങ കിട്ടി. ആ കൂട്ടത്തിൽ ആ കുഞ്ഞും ചെറുതായിരുന്നു. അതിനെ ഇച്ചിരി വലുതാക്കി എടുക്കാൻ വേണ്ടിയാണ് അത്രയും നേരം അവിടെ വെച്ചിരുന്നത്. പക്ഷെ എന്നാലും അത് വലുതായില്ല. പുറത്തൊക്കെ നല്ല മഴയാട്ടോ, കുറച്ച് ദിവസം കൊണ്ട് നല്ല മഴയാണ്. അപ്പോൾ എൻ്റെ മക്കൾ ഫസ്റ്റിൽ സ്കൂളിൽ നിന്ന് കിട്ടിയപ്പോഴത്തേക്കും ആ തൈ നടന്നൊരു വീഡിയോ കേട്ടോ. അത് ഫസ്റ്റിൽ ആ കിട്ടിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബ്ലാക്ക് പോലത്തെ ഒരു ചെടിച്ചട്ടി പോലത്തെ ഒരു രൂപത്തിലുള്ളൊരു സാധനത്തിലാണ് അത് കൊണ്ടുവരുന്നത്. അവിടെ അതിരിപ്പുണ്ട്. അതിൻ്റെ അകത്തൊരു കറുപ്പ് ഒരു മണ്ണുണ്ട്. അതിൻ്റെ അതിൻ്റെ ഒരു വളമാണത്. അതിട്ട ശേഷം കേട്ടോ ഞാൻ ആ ചെടി വെച്ചത്. പക്ഷേ ആ ചെടി അന്ന് കുഞ്ഞായിരുന്നു, ഇപ്പോൾ അത് വലുതായി. 2 എണ്ണം ഉണ്ട്. ഒരു വെണ്ടയുണ്ട്. വെണ്ട പൂത്ത് വരുന്നു. നമുക്ക് അരിയൊക്കെ കിട്ടുന്നൊരു ചാക്കില്ലേ, 5 കിലോ 10 കിലോയുടെ അരി വാങ്ങിക്കുമ്പോൾ നിൽക്കുന്ന ചാക്കില്ലേ, അതിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് മണ്ണിട്ട ശേഷം ഞാൻ 2-3 ഒരു പിച്ചാത്തിയോ കമ്പിയോ വെച്ച് 2-3 ഹോൾ ഇട്ടിട്ടാട്ടോ ചെടി വെക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളം അങ്ങോട്ട് ആ ഹോളിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോവുകയും ചെയ്യും. നല്ലതുപോലെ ചെടി വളരുകയും ചെയ്യും. ചെറിയ ചെറിയ പൂപ്പലോ ഫംഗസോ പുഴുക്കളോ ഒക്കെ വല്ലതും വരുവാണെങ്കിൽ അതങ്ങ് വൃത്തിയാക്കി എടുക്കുക, ഇല്ലെങ്കിൽ ആ ചെടി അങ്ങ് നശിഞ്ഞു പോകും. ഞാൻ മിക്കപ്പോഴും ഇലയെല്ലാം കട്ട് ചെയ്ത് കളയും. ഇല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ ചാരം ഇടാറുണ്ട്. ഇപ്പം ചാരം കിട്ടാനൊക്കെ അപൂർവമാണ്. എല്ലാവരും ഗ്യാസിലല്ലേ എല്ലാം വെക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാറുണ്ട്. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് വലിയ മരങ്ങളായിരുന്നു. ആ മരങ്ങളൊക്കെ വെക്കാൻ നമുക്ക് പറ്റില്ല. സ്ഥലപരിമിതി മൂലം വലിയ മരങ്ങളൊന്നും വെക്കാനുള്ളതല്ല. മഹാഗണി, പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളായിരുന്നു മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എങ്ങനത്തെ മരങ്ങളാണ് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറയണേ. ഇപ്പോൾ ഇതെന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം പച്ചക്കറി ആകുമ്പോൾ നമുക്ക് വീട്ടിലാവശ്യത്തിനും എടുക്കാം. കുഞ്ഞുങ്ങൾക്കതൊരു പ്രോത്സാഹനവുമാണ്. സത്യം പറഞ്ഞാൽ അവർക്കതൊരു വെക്കുന്നതും അതൊക്കെ വീഡിയോ എടുത്ത് ടീച്ചറിന് അയച്ചു കൊടുക്കുന്നതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. നല്ലൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. നമുക്കും ഒരു സന്തോഷമാണ്. ഒരുപാട് തൈകളൊക്കെ കിളുത്ത ശേഷം ഒരുപാട് പൂക്കളൊക്കെ വന്ന് എല്ലാം കൊഴിഞ്ഞു പോയും ചിലത് കരിഞ്ഞു പോയിട്ടൊക്കെ കിട്ടിയതാണ് കേട്ടോ ഇത്രയും വഴുതനങ്ങ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കുറേ കഥകളൊക്കെ പറഞ്ഞ് തീർന്നു. വഴുതനങ്ങ എല്ലാം ഞാൻ നല്ലപോലെ വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായത് കൊണ്ട് നല്ല ഹെൽത്തി ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതൊരു സാധനമല്ലേ. ഇതെല്ലാം നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒരു പെട്ടെന്നൊന്നും ചെയ്യാൻ നിൽക്കാറില്ല ഞാൻ. പിന്നെ ഇത് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഒരുപാട് സന്തോഷമാണ്. കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യുന്നതും എടുക്കുന്നതും. അതാകുമ്പോഴത്തേക്കും നമുക്കൊരു ഹെൽത്തി അല്ലേ, ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ല. നല്ല ഹെൽത്തി ഒറിജിനൽ സാധനം തന്നെ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഈ വഴുതനങ്ങ വെച്ച് ഒരു മെഴുക്ക് വരട്ടിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിലൊരു സിമ്പിളായിട്ടുള്ളതാണ്. ഇത് ഞാൻ ഈ വഴുതനങ്ങ അരിഞ്ഞപ്പോഴത്തേക്കും ചിന്തിച്ചൊരു കാര്യമായിരുന്നു. ഞാൻ ഈ വഴുതനങ്ങ എന്ന് പറയുന്ന സാധനം ചില സ്ഥലങ്ങളിൽ കത്രിക്ക കേട്ടോ. ഞാനിത് അരിഞ്ഞപ്പോൾ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ മിക്കപ്പോഴും ഞാൻ വഴുതനങ്ങ അല്ലെങ്കിൽ കത്രിക്ക വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും 2 കഷ്ണമാകുമ്പോഴത്തേക്കും ഒരുപാട് പുഴുക്കൾ കാണാറുണ്ട്. ചില സമയത്ത് 2-3 വഴുതനങ്ങ ഉണ്ടെങ്കിൽ അതിൽ ചില സമയത്ത് ഒരെണ്ണം കിട്ടിയാൽ ഭാഗ്യം. കാരണം നല്ല പുഴുക്കളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ മിക്കപ്പോഴും സംഭവിക്കാറുണ്ട് കേട്ടോ. വഴുതനങ്ങ വാങ്ങിച്ചാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു അപൂർവം ചിലതാണ് നല്ല വൃത്തിക്ക് കിട്ടുന്ന കത്രിക്ക. എന്താണെന്നറിയത്തില്ല. ഇത് ഞാൻ എടുത്തപ്പോൾ ചിന്തിച്ചു ആ കാര്യം. കാരണം ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിയുള്ളൊരു കത്രിക്ക ഞാൻ കുറേ നാൾക്ക് ശേഷം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത് കത്രിക്ക മാത്രമല്ല, ഒട്ടുമിക്ക പച്ചക്കറികൾ എടുത്താലും പുഴുക്കൾ കാണും അതിൻ്റെ അകത്ത്. എന്താണെന്നറിയത്തില്ല, ഓരോ കീടനാശിനികളൊക്കെ അടിക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കും. ഞാൻ നല്ലതുപോലെ അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ സവാള, പച്ചമുളകൊക്കെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഇത് പിന്നെ ഞാൻ ഇത് മാത്രം ഇട്ട് മെഴുക്ക് വരട്ടുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ വെണ്ടയ്ക്ക ഇടാറുണ്ട് കേട്ടോ മെഴുക്ക് വരട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ഒന്നും ചെയ്തില്ല. വഴുതനങ്ങ മാത്രം, നമ്മുടെ സ്വന്തം വഴുതനങ്ങ അല്ലേ, അപ്പോൾ അത് മാത്രം എടുത്ത് മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ച്
ആദ്യം കത്രിക്ക വഴുതനങ്ങ എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് അതിനുശേഷം ഒരു സവാളയായിട്ട് എടുത്തേക്കുന്ന ഒരു സവാള നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കുഞ്ഞതായിട്ട് അരിഞ്ഞതും ഇട്ട് ചേർത്തിട്ടുണ്ട്. ഈ കത്തി ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. അത് നല്ലൊരു കത്തിയാട്ടോ. പിച്ചാത്തി നല്ല രസമുണ്ട് അത് വെച്ച് അരിയുന്നതിന്. നല്ല വെയിറ്റ് ഒന്നുമില്ല, നല്ല സിമ്പിളായിട്ട് അത് അരിയാൻ പറ്റുന്നുണ്ട്. അപ്പോഴത്തേക്കും ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുക് പൊട്ടിച്ചു ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്രിക്കയും സവാളയും പച്ചമുളകും എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇത് നല്ലതുപോലെ വഴഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, വേണമെങ്കിൽ അല്പം വെള്ളം തളിച്ച് അടച്ച് വെക്കാം. ഞാനിത് വഴഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം ഞാൻ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെറുതായിട്ട് അടച്ച് വെച്ച് വേവിക്കേണ്ടത്. അടച്ച് വെച്ച് വേവിച്ച ശേഷം അത് കുറച്ച് നേരം അങ്ങനെ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ വഴഞ്ഞ് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാം. ഇത് മാത്രമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, വേറെ ഒന്നും ചേർക്കാതെ. അത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ ചെയ്ത് വെച്ച എന്താ പറയുക, സവാളയും വഴുതനങ്ങയും പച്ചമുളകും ഇട്ട് വഴറ്റിയെടുത്ത് ആ ലാസ്റ്റ് അടച്ച് വെച്ചതില്ലേ, അത് ഉപ്പ് നോക്കിയിട്ട് അത് മാത്രമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ കുറേ നാളുകൊണ്ട് ആലോചിക്കുന്നുണ്ട്, ഓരോരുത്തരിങ്ങനെ മസാലയൊക്കെ ചേർത്ത് വഴുതനങ്ങ ചെയ്യുന്നു, അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് ചെയ്തത് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ചേർത്തേക്കുന്നത് മഞ്ഞൾപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ഒരു ഇച്ചിരി ഗരം മസാലപ്പൊടി എല്ലാം കൂടിയാണ് ഇട്ട് വഴറ്റിയെടുത്തത്. സത്യം പറഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടി അല്പം നേരം അടച്ച് വെച്ച ശേഷം എടുത്ത് നമുക്ക് സർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടുക, അത് മറക്കരുത്. എന്നാലേ ഞാനിടുന്ന ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.